വാക്കുകൊണ്ട് ശപിച്ചാൽ അത് ഫലിക്കാതിരിക്കാൻ മാർഗമുണ്ടോ? ആരാ ശപിക്കണമെന്നുള്ളതിനനുസരിച്ചിരിക്കും, നമുക്കെത്ര ശക്തി ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. ആ ശാപം ഏൽക്കാതിരിക്കത്തക്ക കരുത്ത് നമുക്കുണ്ടെങ്കിൽ പ്രശ്നമല്ല. അതിനേക്കാൾ കരുത്തുണ്ടെങ്കിൽ അവൻ തന്നെ തിരിച്ചടിക്കും. ശാപം ഏൽക്കില്ല എന്ന് മാത്രമല്ല, ശപിച്ച ആൾക്ക് ഇരട്ടി ശക്തിയിൽ അത് തിരിച്ചു കിട്ടും. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് നല്ല കരുത്തുണ്ടാവുക. അത് മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ നമ്മളൊരു കൊച്ചുകുട്ടി, ഒരു 2 വയസ്സുള്ളൊരു കുട്ടി വന്നിട്ട് അടിച്ചാൽ നമ്മൾ അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കരയുന്നല്ലാണ്ട് നമുക്ക് വല്ല വേദനയുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ഗുസ്തി പിടിക്കാൻ വന്നു. ഞാനൊക്കെ തോറ്റു കൊടുത്തു. എന്ത് സന്തോഷം അവന്! ഞാൻ ശരിക്കൊരു പിടുത്തം പിടിച്ചാൽ അവൻ ഓടില്ലേ. പക്ഷെ ചെറിയ കുഞ്ഞാ, 4 വയസ്സ് 4.5 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൻ്റെ ഗുസ്തിയിൽ ഞാൻ തോറ്റ് വീണുപോയി. എന്ത് ചെയ്യും? നേരെ മറിച്ച് അവൻ ശരിക്കും തമാശയ്ക്ക് കളിക്കുകയല്ല പറഞ്ഞാൽ എന്നെ വല്ലതും ഏൽക്കും. അതുപോലെ നമ്മുടെ ആന്തരികമായ കരുത്തിനനുസരിച്ചിരിക്കും മറ്റൊരാളുടെ ശാപവും ദുഷ്ടചിന്തകളും ഒക്കെ തന്നെ. നമ്മൾക്ക് കരുത്തുണ്ടാവുക, നല്ലപോലെ ഉപാസനാബലം ഉണ്ടാവുക, അതാണ് വേണ്ടത്. പിന്നെ വാക്കുകൊണ്ടുള്ള ശാപത്തേക്കാൾ ശക്തി കൂടുതൽ. നോക്കൂ, സ്ഥൂലമായ ശരീരത്തിൻ്റെ ഇതിനേക്കാൾ തീവ്രമാണ് വാക്ക്. വാക്കിനേക്കാൾ തീവ്രമാണ് ചിന്തകൾ. ഇപ്പോൾ വാക്കുകൊണ്ടുള്ള ശാപത്തേക്കാൾ 1000 ഇരട്ടി ശക്തി എന്തിനാണ്? ചിന്തയ്ക്കാണ്. നശിച്ചു പോട്ടെ എന്നുള്ള ചിന്തയാണ്. വാക്കിനല്ല അധികം ശക്തി, വാക്കിനേക്കാൾ ശക്തി ചിന്തയ്ക്കാണ്. ചിന്തയേക്കാൾ ശക്തി കുറയും വാക്കിന്, വാക്കിനേക്കാൾ ശക്തി കുറയും ബാഹ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന്. അതുകൊണ്ട് വാങ്ങി വെക്കരുത് ആരോടും. നമ്മളെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും ഇതൊക്കെ. എല്ലാവർക്കും ഒരു സ്നേഹം തോന്നുന്ന പെരുമാറ്റം നമ്മളെ ഭാഗത്ത് ഉണ്ടായാൽ നന്നായി. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. അപ്പം ആരാ ശപിക്കുക? ആരും ശപിക്കില്ല. എല്ലാവരും സ്നേഹിക്കുക. നമുക്ക് മറ്റൊരാളോട് വിരോധമുണ്ടോ? അതാണ് കണ്ണാടിയിൽ പ്രതിരൂപം കാണുന്നത് പോലെ തിരിച്ചടിക്കുന്നത്. ഒരു ജന്തുവിനെ ഉപദ്രവിക്കാതിരിക്കുക. ഈ ശാപം പറയുമ്പോഴാണ് ചിലർ വിചാരിക്കുന്നത് ഈ എന്താ പറയുക, വലിയ ശാപം ശക്തിയൊക്കെ ഉള്ളവർ വേറെ തന്നെയാന്നാ. പട്ടിയും പൂച്ചയും ഒക്കെ ശപിക്കും. എന്താ അഭിപ്രായം? ആർക്കെങ്കിലും പരീക്ഷിക്കാൻ ചോന്ന് പരീക്ഷിച്ചോളൂ. ഒരു പട്ടിയെ കല്ലെടുത്ത് എറിയോ? ഒന്നും വേണ്ട കേട്ടോ, ഇവിടുന്ന് പോയിട്ട് മതി. എല്ലാവരും ഏറ് കൊടുക്കുക ഒരു പട്ടിയെ. ഏറ് കൊണ്ട് പട്ടി ഒരു ഓട്ടം ഓടും കരഞ്ഞിട്ട്. ഓടിപ്പോകുമോ? ഇല്ല. ഓടി നിശ്ചിത അകലത്തിലെത്തി അവിടെ നിൽക്കും. അവിടെ നിന്നിട്ടൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ നീയും നിന്റെ കുടുംബവും നശിച്ചു പോട്ടെ എന്നുള്ള ശാപമാണ്. ഒരു സംശയമില്ല. ഏതാ നിശ്ചിത ദൂരം എന്ന് ചോദിച്ചാൽ കൃത്യം കണക്കായിരിക്കും. രണ്ടാമതൊരു കല്ലെടുത്ത് എറിയാൻ നമുക്കാവശ്യമുള്ള സമയം കൊണ്ട് അതിനോടി രക്ഷപ്പെടാൻ കഴിയുന്ന ദൂരത്തിൽ എത്തിയിട്ടേ നോക്കുള്ളൂ. അതിനുമുമ്പ് അത് നോക്കൂല. ഒരു വിശക്കണ പട്ടിക്ക് ഭക്ഷണം കൊടുത്തു നോക്കൂ, അത് മുഴുവൻ കഴിക്കില്ല. ഒന്ന് കഴിച്ചിട്ട് തല പൊക്കി നോക്കും. ആ നോട്ടത്തിൽ അനുഗ്രഹമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ പരീക്ഷ പോയിക്കോളൂ. അതുകൊണ്ട് എല്ലാവരോടും അനുഗ്രഹം മേടിക്കാൻ ശ്രമിക്കുക. ആരുടെ ശാപം മേടിച്ച് കൂട്ടാതെ ഇരിക്കുക. ഇതാ നമ്മൾ വേണ്ടത്. എന്ത് കടിക്കും? കടിക്കട്ടെ. അതിപ്പോ അജാതി മനുഷ്യന്മാരും ഇല്ലേ? അത് ചില ആളുകൾ അങ്ങനെ ഉണ്ട്.
അതിപ്പോൾ എന്ത് ചെയ്യാൻ, അത് വിശേഷ ശക്തിയാണത്. ചില സിദ്ധിവിശേഷങ്ങൾ ചില സിദ്ധിവിശേഷങ്ങളാ. അങ്ങനത്തെ സിദ്ധിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, അപ്പം അയാൾക്ക് സിദ്ധിയൊന്നുമില്ല, പോയി. അയാളൊരു വാക്ക് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പേടിയായിരുന്നു. ഇപ്പം ഇല്ല, ഇപ്പം അതൊക്കെ പോയി. നമ്മളെ പ്രിയങ്കരനായിട്ടൊരാളാണ്.